ഗ്രാമീണ ബാല്യത്തിന്റെ പൊന്നോർമ്മകളെ സമർത്ഥമായി കഥകളോടെ ആവിഷ്കരിച്ച ആമിന പാറക്കലിന് പൗരാണിക കുടുംബമായ ചെട്ടിയാൻതൊടി കുടുംബം വർണ്ണാഭമായ വേദിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി. ചേന്നമംഗളൂർ പുൽപ്പറമ്പിലെ സായാഹ്നം ഓഡിറ്റോറിയത്തിലാണ് വരവേറ്റത്. കക്കാട് ഗ്രാമത്തിലെ പച്ചയായ ജീവിതത്തിന്റെ ഓർമ്മകളും പ്രകൃതിയുടെ വർണ്ണലാവണ്യവും കുന്നും മലയും കുണ്ടും കുളവും തോടും കൃഷിയും കാവും പള്ളിയും പാറകളും മേടുകളും സ്കൂളുകളും സ്ത്രീ ജീവിത സന്തോഷങ്ങളും സന്താപങ്ങളും ഇതിഹാസ പോരാട്ടങ്ങളുടെ കനലുകളും ജീവിതഗന്ധിയായ ഇരുവഴിഞ്ഞിപ്പുഴയുമൊക്കെ ഇതിവൃത്തങ്ങളാക്കിയുള്ള ഓർമ്മകളെ നേർക്കാഴ്ചകളാക്കി വായനക്കാരെ ആസ്വാദനത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ടാണ് കോന്തലക്കിസകളിലൂടെ ആമിന പാറക്കൽ കഥാപുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. സ്നേഹാദരവ് ചടങ്ങ് പ്രശസ്ത ഹ്രസ്വചിത്ര സംവിധായകനും കലാകാരനുമായ സലാം കൊടിയത്തൂർ ഉദ്ഘാടനം ചെയ്തു. ആമിന പാറക്കലിന്റെ സർഗാത്മകതയുടെ കഴിവുകൾ ജനം സമ്മതിച്ചു കഴിഞ്ഞു. തുടർച്ചയായി ഗ്രന്ഥങ്ങൾ ഇനിയും പിറവിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മക്കള് പാപ്പായും മാരിയൊക്കെ കാര്യത്തിൽ നന്നായിട്ട് ഇടപെടണം എന്നുള്ളതിന്റെ നല്ല തെളിവും കൂടിയാണ് ഇതൊക്കെ. ഏതായാലും ഇവിടെ ഒരുപാട് അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഞാനിപ്പോൾ ഇവിടെ കുടുംബത്തിന്റെ സദസ്സായതുകൊണ്ട് ഇളയമ്മ എന്ന് പറയണം, ഗ്രന്ഥകാരി എന്ന് പറഞ്ഞേക്കാളും കുറച്ചുകൂടി നല്ലത് അതാണ് തോന്നുന്നത്. ഈ പ്രായത്തിലാണ് ഇളയമ്മ ഒരു ഗ്രന്ഥകാരിയായിട്ട് അറിയപ്പെടുന്നത്. ഇത് അവരുടെ ഉള്ളിൽ ഈ ഒരു സർഗശേഷി നേരത്തെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തിയായത്. വെസ്റ്റ് സലാം കൊടിയത്തൂർ നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. മണ്ണാശ്ശേരി MAMO കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജ്മൽ മൗൻ മുഖ്യപ്രഭാഷണം നടത്തി. PT അമീൻ മുഹമ്മദ് കോന്തലക്കിസകൾ പുസ്തക ചർച്ച നടത്തി. വായന തുടങ്ങിയാൽ നിർത്താൻ കഴിയാത്ത അത്രയും ഭംഗിയായാണ് ആമിന പാറക്കലിന്റെ കോന്തലക്കിസകൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും പറയാൻ വേണ്ടി നിർത്താൻ പറഞ്ഞു. BM സൂറ ഈ പിന്നെ ആമുഖത്തിൽ എഴുതിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BM സൂറയും അതേപോലെ നമ്മുടെ ഖദീജ മുംതാസ് ഒക്കെ സാധാരണ ഖദീജ മുംതാസിന്റെ ബർസ എന്ന പുസ്തകം അതൊക്കെ വായിച്ചത് അവർക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് ഒരു വീറാണ്. അത് മുസ്ലിം പെണ്ണുങ്ങൾ ഒന്നിനും പറ്റൂല, ഇങ്ങനെ ഉള്ളിൽ കെട്ടിപ്പൊത്തി നടക്കുന്നവരാണ്, പുറത്തിറങ്ങൽ ആണുവാണ്. അപ്പൊ ഇത് ഈ സമയത്താണ് സാജിറ മുണ്ടുപാറ, A ഷാദിയ, CT അജ്മൽ ഹാജി, NP കരീം, M മുഹമ്മദ്, NP അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ആമിന പാറക്കൽ മറുപടി പ്രസംഗം നടത്തി. നിങ്ങളെല്ലാവരും എഴുതുന്ന എഴുത്ത് എന്തായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എല്ലാ പഠിപ്പും വിവരവും എല്ലാ ഡിഗ്രിയും PhDയും കഴിഞ്ഞവരാണല്ലോ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും എഴുതണം. ഒരു ദിവസം എഴുതി അവിടെ വെച്ച് പിറ്റേന്ന് അതൊന്ന് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ എഴുതിയതാണല്ലോ പിന്നെയും എഴുതുക. അങ്ങനെ നിങ്ങളെല്ലാവരും എഴുതിയാൽ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഒരു ഭാവിയെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻലൈറ്റ് ന്യൂസ് മുക്കം.